ഹലോ മക്കളെ, അക്ഷയ് സാറാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഇപ്പോൾ സാറ് നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത്. സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 10 CBSE മക്കൾ, അതുപോലെ തന്നെ 10 സ്റ്റേറ്റ് ബോർഡിലെത്തിയ മക്കളോടാണ് സാറിനും സംസാരിക്കാനുള്ളത്. സോ സാറിൻ്റെ ഒരു അനുഭവം വെച്ച് തന്നെ സാറ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സാറ് 2017 മുതൽ ഈ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് വന്ന സാറാണ്. അതുപോലെ തന്നെ ഈ ഒരു കാലയളവിൽ ഒരുപാട് ടീച്ചേഴ്സിൻ്റെ കൂടെ, പ്രഗത്ഭരായ ഒരുപാട് ടീച്ചേഴ്സിൻ്റെ കൂടെ സാറിന് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ സാറിനെ ഇൻസ്പയർ ചെയ്ത, അല്ലെങ്കിൽ സാറിന് വളരെയധികം അറ്റൻഷൻ സീക്ക് ചെയ്ത ഒരു സാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഹൈദരാബാദുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് വിനയ് എന്നാണ്. അതിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് പല എൻട്രൻസ് എക്സാമിനേഷനും ക്രാക്ക് ചെയ്ത് പല മേഖലകളിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ നമ്മളെ മെക്കാനിക്കൽ ഗേറ്റ് അദ്ദേഹം ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു അവസരത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം ഓരോ വർഷവും ഈ ഗേറ്റ് എക്സാം എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗേറ്റ് എക്സാം എന്തിനാണ് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വർഷവും അദ്ദേഹം ക്രാക്ക് ചെയ്യും. അപ്പോൾ ഓരോ വർഷത്തിലും അദ്ദേഹത്തിൻ്റെ റാങ്ക് മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം എപ്പോഴും താല്പര്യം കാണിച്ചൊരു വ്യക്തിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അറിയാനും അതിനനുസരിച്ചിട്ട് പഠിക്കാനും ഒക്കെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു ഒരു ചെന്നൈയിൽ ഒരു 3 വർഷക്കാലം മുന്നേ സാറുണ്ടായിരുന്നു. അപ്പോൾ സാറിനോട് ചോദിച്ച് പല കാര്യങ്ങളും ഞാൻ അറിയുകയുണ്ടായി. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ചോദിക്കുകയുണ്ടായി, എന്താണ് സാറേ ഇത്രയും വളരെ ഈസി ആയിട്ടാണ് അദ്ദേഹം ഓരോ എക്സാമും ക്രാക്ക് ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏർലി പ്രാക്ടീസ് ആൻഡ് ഏർലി പ്രിപ്പറേഷൻ. അതായത് ചെറിയ ക്ലാസ്സിൽ മുതലേ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട്. അവരിപ്പോൾ 6ാം ക്ലാസ് മുതലേ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, പഠിച്ചു തുടങ്ങുകയാണ്. 6ാം ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ സിലബസ് പഠിക്കുന്ന കൂട്ടത്തിൽ ഫൗണ്ടേഷൻ കൂടി സെറ്റ് ചെയ്ത് അദ്ദേഹം പഠിച്ചത് കൊണ്ട് വലിയ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, അദ്ദേഹത്തിൻ്റെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അനായാസം കോമ്പറ്റേറ്റീവ് എക്സാംസ്, എൻട്രൻസ് എക്സാംസ് ഒക്കെ അദ്ദേഹത്തിന് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാക്ടീസ് അദ്ദേഹം ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടുള്ള ബെനിഫിറ്റാണ്. നമ്മുടെ കേരളത്തിൽ നമ്മളിപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ്റെ റിസൾട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അത്ര അങ്ങ് റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നോർത്ത് ഇന്ത്യയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ റിസൾട്ട് കുറയാനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം അത് തന്നെയാണ്. കേരളത്തിലെ കുട്ടികൾ എൻട്രൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത് അവർ +2 പഠിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷമാണ് എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. സോ ആ ഒരു സ്ട്രാറ്റജി കേരളത്തിൽ നടക്കുന്നതുകൊണ്ടാണ് അത്ര കണ്ട് എന്തില്ലാത്തത്, റിസൾട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യാത്തത്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നേരെ അവസ്ഥ തിരിച്ചാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഹൈദരാബാദ് റീജിയനിലൊക്കെ ആണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം എന്താ, അവർ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങി. അപ്പോൾ അനായാസം അവർക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇനി അങ്ങോട്ട് നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പാടില്ല. കാരണം നമ്മളും നേരത്തെ പഠിച്ചു തുടങ്ങണം എന്ന് തന്നെയാണ് സാറിന് പറയാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന സാഹചര്യത്തിൽ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ കൂടി സെറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അങ്ങനെ സൈലം അത്തരമൊരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്. അതായത് ബോർഡ് എക്സാം പഠിക്കുന്ന കൂട്ടത്തിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഭാവിയിൽ ക്രാക്ക് ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടി ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തതിന് വേണ്ടി സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷൻ ബാച്ചാണ് ഫാൽക്കൺ ബാച്ച്. അപ്പോൾ ഫാൽക്കൺ ബാച്ചിൽ എൻറോൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടി പറ്റും. നിങ്ങൾക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകം, അല്ലെങ്കിൽ ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് കോമ്പറ്റീഷൻസ് നിറഞ്ഞിരിക്കുന്ന ഏരിയയാണ്. എത്രത്തോളം കോമ്പറ്റീഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് കമ്പിറ്റൻ്റ് ആവണം. സോ അതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യണമെന്ന് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിക്കുകയാണ്. അതായത് നമ്മൾ 11th പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളിവിടെ പഠിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡുവൽ അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ 10ൽ നിന്ന്, ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് പാസ്സായവരാണ്. അപ്പോൾ 10ൽ നിന്ന് 11ലേക്ക് +1 എത്തുമ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ CBSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് ബോർഡ് ആയിക്കോട്ടെ, നമുക്കറിയാം NCERT ആണ് നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് +1. അപ്പോൾ ഈ +1 വരുമ്പോൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ CBSE കുട്ടികളാണെങ്കിൽ പോലും ആ ഒരു ഷിഫ്റ്റ്, അത് ഹയർ സെക്കൻഡറിയിലേക്കുള്ള ആ ഒരു ഷിഫ്റ്റ് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫേസ് ചെയ്യാറുണ്ട് ജനറലി. അതിപ്പോൾ സ്റ്റേറ്റ് ബോർഡിൻ്റെ കേസിലാണെങ്കിലും ഈ ഒരു NCERT മാറുന്നു എന്നുള്ളതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ലഘൂകരിക്കാൻ കൂടി ഇപ്പോൾ നിങ്ങൾ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്താൽ സാധിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്താൽ +1 കുറച്ചുകൂടി കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡുവൽ അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ അടുത്ത വർഷത്തേക്ക് +1 പ്രവേശിക്കുമ്പോൾ അത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പഠിക്കാനും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സാധിക്കും. സോ ഫാൽക്കൺ ബാച്ചിൽ അനവധി ഫീച്ചേഴ്സ് ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്കറിയാം, ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറയുമ്പോൾ നമുക്കതൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്,
അത് പെട്ടെന്ന് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും അതുപോലെ തന്നെ മാർക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. 50-50 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് അതിൽ നിന്ന് ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതണമെങ്കിൽ നല്ല പ്രാക്ടീസ് ആവശ്യമാണ്. അപ്പോൾ ഈ ചെറിയ ക്ലാസ് മുതലേ ഫാൽക്കൺ ബാച്ചിൽ എൻറോൾ ചെയ്ത് പല ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് കൃത്യമായി ടാക്കിൾ ചെയ്യാൻ അതിൻ്റെ ആ ഒരു ട്രിക്ക് അത് കിട്ടുന്നതിന് നിങ്ങളെ വളരെയധികം ഈ ബാച്ച് സഹായിക്കും. ഇപ്പോൾ നമ്മളൊരു ചോദ്യം കണ്ടു 4 ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഈ 4 ഓപ്ഷൻസും വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും. നിങ്ങൾ ഓരോ ഓപ്ഷൻസ് നോക്കുമ്പോഴും അതാണോ ശരി ഇതാണോ ശരി എന്ന് തോന്നും. അപ്പോൾ ആദ്യമായി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻസ് കാണുമ്പോൾ ശരിയായ ഉത്തരത്തിലേക്ക് എത്തണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഫാൽക്കൺ ബാച്ചിൽ എൻറോൾ ചെയ്യാൻ പറയുന്നത്. ഫാൽക്കൺ ബാച്ചിൽ എൻറോൾ ചെയ്ത് പഠിക്കുമ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായി ഏത് ഉത്തരത്തിലേക്ക് എത്തണം, ശരി ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ഗൈഡ് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഫീച്ചേഴ്സ് എൻറിച്ച്ഡ് ആയിട്ടുള്ള ഫാൽക്കൺ ബാച്ചിൽ ഒരുപാട് മക്കൾ എൻറോൾ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് മക്കൾ എൻറോൾ ചെയ്യാൻ ബാക്കിയുണ്ട്. എൻറോൾ ചെയ്യാൻ ബാക്കിയുള്ള മക്കൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. കാരണം മികച്ച രീതിയിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ മികച്ച വിജയം എന്നുള്ളത് നമുക്ക് ഒരു സംശയമില്ലാതെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ മക്കളെ, മികച്ച വിജയം നിങ്ങളെ ബോർഡ് എക്സാമിനും തുടർന്നുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനും നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സൈലത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ബൈ.